ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക, അതുപോലെ തന്നെ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ ചെയ്യണവരോടല്ല, ചെയ്യാത്തവരും ഉണ്ട് കേട്ടോ നമ്മളെ ഈ കൂട്ടത്തിൽ. അപ്പോൾ അവരോടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിനി നോമ്പാണല്ലോ, അപ്പോൾ നോമ്പ് എടുക്കാനുള്ള ഫുഡ് പെൽച്ചക്കൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സമയം 11:30 കഴിക്കണ്. അപ്പോൾ കുറച്ച് വൈകിട്ടാണ് കേട്ടോ ചോറും കറിയൊക്കെ ഉണ്ടാക്കണം. കറി ഉണ്ട് കേട്ടോ, സാമ്പാർ നമ്മളെ തലേദിവസത്തല്ല, ഉച്ചയ്ക്ക് വെച്ച സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ബാക്കി, കുറച്ചൊന്നുമല്ല, അത്യാവശ്യം ഉണ്ട് ബാക്കി കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെക്കുകയാണ്. തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലേക്കൊക്കെ കേടൊന്നും വരില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അതൊക്കെ തിളപ്പിച്ച് റെഡിയാക്കി വെക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളം കരണ്ടടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗ്രില്ലല്ലേ, അപ്പോൾ പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു പേടി ഇങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ നമ്മളെ അയൽവാസികളൊക്കെ കിടന്ന് നിൽക്കണം, നമ്മൾ തന്നെ ഉള്ളൂ. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നും പുറത്തുനിന്നൊന്നും കാണാതായപ്പോഴേ ഒരു ചെറിയൊരു പേടി തോന്നി. അപ്പോൾ നമ്മൾ കിടന്ന ആളെ പോയാണ് വിളിച്ച് കൊടുന്ന് ഇവിടെ കാവലിരുത്തിച്ചത് കേട്ടോ. അപ്പോൾ എനിക്ക് സംഭവം ഉറക്കം വന്നാനൊക്കെ കഴിക്കണം. അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് പണിയൊക്കെ എടുത്ത് വന്ന് പാവം ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി കിടന്നതാണ്. അപ്പോഴാണ് നമ്മളെ പേടിക്ക് വേണ്ടി ഇവിടെ കൊടുന്നിരുത്തിയത് കേട്ടോ. അപ്പോൾ ഇരുത്തിയ ആൾ കിടന്ന് ഞാൻ ഇവിടെ തുണക്കിയിരുന്ന ആളാണിട്ട് അവിടെ അടുക്കളയിൽ തന്നെ കിടക്കന്നെ ചെയ്തിക്കണം കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും വേഗം ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പോൾ നമ്മൾ കിഴങ്ങ് പൊരിക്കുക കേട്ടോ. കിഴങ്ങ് പൊരിച്ചത് മുട്ട പൊരിച്ചതൊക്കെ ആവുമെന്ന് നമുക്ക് അത്താഴത്തിനുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം റെഡിയാക്കട്ടെ. അപ്പോൾ മക്കൾക്കൊക്കെ വല്ല മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഇതുപോലെ കിഴങ്ങ് പൊരിച്ചതൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇറച്ചി മീനും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ ചൂടത്ത് കോഴി കുറച്ച് ദിവസം അങ്ങനെ കഴിച്ചുകൊണ്ട് കോഴിയൊക്കെ എപ്പോഴും കഴിക്കാൻ പറ്റില്ല. കോഴിയല്ല, ചിക്കൻ കേട്ടോ. കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട. ചിക്കൻ വാങ്ങിയാൽ ചൂടൊക്കെ അല്ലേ, അപ്പോൾ എപ്പോഴും കഴിച്ചാൽ ഇനി ശരിയാവില്ല. അപ്പോൾ ഇന്നെന്തായാലും സാമ്പാറും കിഴങ്ങ് പൊരി മുട്ട പൊരിയൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് നോമ്പ് എടുക്കാനുള്ള ഭക്ഷണം അങ്ങനെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ കിഴങ്ങിൻ്റെ സംഭവം പറയണ്ടല്ലോ, എല്ലാവർക്കും തന്നെ നല്ല ഇഷ്ടം. മക്കൾക്ക് ഇത് ആയാൽ മതിയല്ലോ. അങ്ങനെ ഇതാ കിഴങ്ങൊക്കെ ഒരു 2 വലിയ കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മുറിച്ച് കുറച്ച് നേരം ഞാനിതുപോലെ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. അത് നമ്മൾ മുറിച്ച് പാടങ്ങനെ കഴുകി ഇട്ടുവെച്ചാൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന സമയത്ത് ആകെ പൊടിഞ്ഞ് പോകും കേട്ടോ. ഇതുപോലെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ അതെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അതുപോലെ തന്നെ കിട്ടും, പൊട്ടി ഉടഞ്ഞ് പോവില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ പിന്നെ സാമ്പാർ ഞാൻ പറഞ്ഞല്ലോ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അവിടെ സെറ്റായിട്ടുണ്ട്. അല്ലെങ്കിൽ രാവിലേക്കൊക്കെ അങ്ങനെ കേട് വന്നു കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ കരുതിയിട്ടുള്ളൂ. ഞാനല്ലെങ്കിലും ഈ നോമ്പായാൽ രാത്രി നമ്മൾ അത്താഴത്തിനുള്ള ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വൈകിട്ടാണ് ഉണ്ടാക്കുക. പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞ് നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു 9:30 വരെ ഞാനങ്ങോട്ട് കിടന്നുറങ്ങുക ചെയ്യാറ് കേട്ടോ. ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റിട്ടാണ് നമ്മൾ രാവിലെ പെൽച്ചക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു മെത്തേഡിൽ അങ്ങനെ പോകുമ്പോൾ നമുക്ക് തന്നെ ക്ഷീണവും തോന്നില്ല. നമ്മൾക്ക് പിന്നെ പുലർച്ചെ എണീറ്റ് ഭക്ഷണം കഴിക്കുമ്പോഴൊരു പഴകിയ പോലെ തോന്നില്ല കേട്ടോ. ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാകും. നമ്മളൊരു 7 മണി ചിലവർ 6 മണി 7 മണി ആകുമ്പോഴത്തേനും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കൂലേ. അപ്പോൾ അതൊരു ഇത് വരും. എന്തായാലും രാവിലെ ഒരു സ്മെല്ല്, എന്തായാലും ചോറിൻ്റെ ഒരു മണം വരില്ലേ. അപ്പോൾ ഞാനെന്തായാലും കുറച്ച് വൈകിട്ടാട്ടോ. അപ്പോൾ അത് ചോറ് ഊറ്റി ഒക്കെ റെഡിയാക്കുമ്പോഴത്തേനും 12:30 ഒക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ടൊക്കെയാണ് കിടന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കിഴങ്ങും ഞാനവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നല്ല ചൂടായി വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തേക്കണം. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് ഊറ്റിയാൽ മതി. അങ്ങനെ നമ്മളിതാ കിഴങ്ങ് പൊരിയും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ സാമ്പാറും പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങൊക്കെ സെറ്റായി. അങ്ങനെ കൂട്ടാനൊക്കെ അങ്ങോട്ട് മേശമ്മക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയി കിടന്ന് ഉറങ്ങാൻ ചെയ്തിട്ട് മേലെഴുതലൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയിട്ട് ഉറങ്ങിയിട്ട് പിന്നെ അത്താഴത്തിന് നീച്ചതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മളെ പിറ്റേ ദിവസത്തുള്ള നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഒരു
12 മണി കഴിഞ്ഞ് നിസ്കാരം നിസ്കരിച്ചിട്ടൊക്കെയാണ് ഞാൻ നമ്മളെ കടി ഉണ്ടാക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ രാവിലേക്കൊക്കെ പിന്നെ ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. അപ്പോൾ മോന് ഞാൻ കുറച്ച് ചോറ് ബാക്കി നമ്മൾ വെച്ചതുണ്ടായിട്ടോ, അത് തിളപ്പിച്ചു. അവന് രാവിലെയും ചോറ് തന്നെ ഇട്ടോ കൊടുത്ത് സ്കൂളിലൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനെ അങ്ങനെയൊക്കെ കിട്ടിയാലും മതി, അങ്ങനെ കടി നിർബന്ധമൊന്നുമില്ല. ഒരാൾക്കായിട്ട് ഞാൻ കടി ഉണ്ടാക്കണ്ടേന്ന് എഴുതിയിട്ട് രാവിലെ അങ്ങനെ ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ വൈകുന്നേരം ഉള്ള കടി ഇന്ന് നൂൽപുട്ടും അതുപോലെ മുട്ടക്കറിയാണ് കേട്ടോ. മുട്ടക്കറിക്ക് ഇതാ അരിഞ്ഞ് റെഡിയാക്കി വെച്ചതാണ് നമ്മളെ ഉള്ളിയും കിഴങ്ങ് ക്യാരറ്റും ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഒരു കറി. നല്ല അടിപൊളി ഒരു കുറുമ പോലത്തെ ഒരു മുട്ടക്കറി എന്ന് പറയുമ്പോൾ കുറുമിയും പറഞ്ഞ ഒരു വെറൈറ്റി ഒരു സംഭവം കേട്ടോ ഒരു കറി. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത്. പിന്നെ അങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മൾ ഒരുപാട് മസാലപ്പൊടികൾ അതൊന്നും ഇടാതെ വെറും കുറുമൻ്റെയൊക്കെ ആ മെത്തേഡിൽ തന്നെ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മളെ നൂൽപുട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഞാനെപ്പോഴും ഈ ഇഡലി പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കൽ. നമുക്ക് മറ്റേ ആ തട്ടില്ല കേട്ടോ, ഇഡലി പാത്രത്തിൻ്റെ തട്ടില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോട്ടെ. നമുക്കിനി പുതിയ വീട്ടിലൊക്കെ പോകുമ്പോൾ പുതിയതൊക്കെ വാങ്ങി അങ്ങനെ ഉപയോഗിക്കാം അല്ലേ. അല്ലെങ്കിൽ പിന്നെ കുടിയിരിക്കലൊക്കെ അല്ലേ, അപ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരാതിരിക്കൂലല്ലോ പാത്രങ്ങളൊക്കെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരൂലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാം. ഈ ഇഡലി പാത്രം കുറേ വർഷമായിട്ട് എൻ്റെ അടുത്ത് ഉള്ളതാണ്. അപ്പോൾ പാത്രങ്ങളൊന്നും ഞാൻ പരമാവധി അങ്ങനെ ഉള്ളത് അങ്ങനെ ഒപ്പിച്ച് അങ്ങനെ ഉപയോഗിക്കും കേട്ടോ. അങ്ങനെ കളയാറൊന്നുമില്ല. ഏതൊരു പാത്രമാണെങ്കിലും നമ്മൾ ചിലവരൊക്കെ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് എടുക്കാതെ അങ്ങോട്ട് ഒഴിവാക്കിയിടും. പക്ഷെ എൻ്റെ അടുത്തുള്ള അധികം പാത്രങ്ങളൊക്കെ കുറേ മുന്നേ തന്നെ കേട്ടോ. പിന്നെ മൺചട്ടിയും പിന്നെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് വാങ്ങിയത് തന്നെ ഉള്ളൂ. അല്ലാത്തതൊക്കെ കുറേ കാലത്തിന് ശേഷമുള്ള പാത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ കറിക്കുള്ളത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പട്ട ഗ്രാമ്പ് ഏലക്ക അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടെ തട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ കിഴങ്ങും ക്യാരറ്റൊക്കെ മുറിച്ച് വെച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കുറുമ സ്റ്റൈലൊരു മുട്ടക്കറിയല്ല സോറി മുട്ടക്കുറുമ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഒന്നും വിചാരിക്കരുത്, ആകെ തല തിരിഞ്ഞിക്കണമെന്ന് ഒരു ഡൗട്ട്. പിന്നെ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരുപാടൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കണം നോമ്പാവുകൊണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാതും ചെയ്യണ്ടേ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് നിന്നിട്ട് ഇനി നോമ്പ് തുറക്കണ വരെ പണി തന്നെയല്ലേ. അപ്പോൾ ഇതാ നൂൽപുട്ടും നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാക്ക് വരുമ്പോൾ കുറച്ച് പത്തിരിയും കൂടെ വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതും കൂടി ആകുമ്പോൾ ഇഷ്ടംപോലെ ആയി. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ഇതാട്ടോ ബജ്ജി ഉണ്ടാക്കുക. എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ എണ്ണക്കടി ഇഷ്ടമാണ് കേട്ടോ, നിർബന്ധമാണ്. എപ്പോഴും എന്തെങ്കിലും ഒന്ന് കിട്ടിയാലും മതി. ഇതിപ്പോൾ നമ്മൾ ബജ്ജി മാവൊക്കെ ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചല്ലോ. ഞാൻ ബജ്ജി മാവിക്ക് കടലപ്പൊടി, കുറച്ച് മൈദപ്പൊടി, പിന്നെ കായപ്പൊടി, മുളക് പൊടി, ഉപ്പ് കേട്ടോ, അതാണ് ഇടുക. ഇന്ന് നമ്മൾ കായ ബജ്ജിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതാ നമ്മുടെ സ്വന്തം മുളകുണ്ട് കേട്ടോ, അതുകൊണ്ടൊരു മുളക് ബജ്ജി ഉണ്ടാക്കണം. ഇത് കുറച്ച് ദിവസം മുന്നേ അറുത്ത് കൊടുന്നതാണ് കേട്ടോ. 5-6 ഉണ്ടായിരുന്നു. അത് 2 ഞാൻ എന്തോ ഒരു കറി വെച്ചപ്പോൾ അതിൽ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ്. ബജ്ജി മുളക് ഞാൻ കറിക്കിടും കേട്ടോ. എരിവുണ്ടായാലും പോരെ, വലിയ എരിവൊന്നും ഇല്ല എന്നാലും ഞാനിടും. ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ ഇട്ടാൽ നല്ല രസമാട്ടോ. അപ്പോൾ എരിവൊന്നും കടിച്ചാലും വലിയ എരിവ് അറിയില്ല. അപ്പോൾ ഇതാ നമ്മുടെ കായ ബജ്ജിയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പൊന്തി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബജ്ജിൻ്റെ ഞാൻ ഈ എണ്ണക്കടി ഉണ്ടാക്കണത് പഠിച്ചതിൻ്റെ ഞാനും ഉമ്മയും പണ്ട് എപ്പോഴും എണ്ണക്കടി ഉണ്ടാക്കിയിരുന്നു. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉപ്പാക്ക് തട്ടുകട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്കുള്ള എണ്ണക്കടികളൊക്കെ ഉമ്മയാണ് ഉണ്ടാക്കുക, ഉമ്മയും ഞാനും കൂടെ ഉണ്ടാക്കുക. അങ്ങനെ കണ്ടും കേട്ടും ഉണ്ടാക്കിയും പഠിച്ചതാണ് കേട്ടോ എണ്ണക്കടികൾ. അതിലേക്കുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ അല്ലാതെ എൻ്റെ ഒരു സ്വന്തം അറിവൊന്നുമല്ല, ഒക്കെ ഞാൻ ഉമ്മാൻ്റെ കണ്ട് പഠിച്ചു തന്നെയാണ്. ഉമ്മ ഉണ്ടാക്കുന്നത് നോക്കി ഇങ്ങനെ ഏതൊക്കെ നോക്കി അങ്ങനെ പഠിച്ചത് തന്നെയാണ് കേട്ടോ എണ്ണക്കടി ഉണ്ടാക്കാൻ. അപ്പോൾ ഇപ്പോൾ എല്ലാവിധ എണ്ണക്കടി ഉണ്ടാക്കാനും നമുക്കറിയാം. അതിൻ്റെ കൂട്ടും കാര്യങ്ങളും ഒക്കെ റെഡിക്ക് ഒരുപാട് പെർഫെക്റ്റ് ആയിരുന്നും കുറച്ചൊക്കെ അങ്ങോട്ട് ആയി വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ എണ്ണക്കടി കണ്ട് റെഡിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ നോമ്പ് തുറക്കുന്ന സമയം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 6 മണി ഒക്കെ ആയപ്പോഴാണ് ഇതാ വെള്ളം കലക്കുകയാണ്. അപ്പോൾ നാരങ്ങ വെള്ളമാണ് കേട്ടോ, ജ്യൂസൊന്നുമല്ല. നല്ല തണുത്ത വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കലക്കി ഇങ്ങനെ വെക്കുക. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ നാരങ്ങ വെള്ളം കുടിക്കാനാണ് എല്ലാവർക്കും അധികം ഇഷ്ടമല്ലേ. പണ്ടൊക്കെ ഇപ്പോൾ നാരങ്ങ വെള്ളം തന്നെയല്ലായിരുന്നു എല്ലാവരും, ഇപ്പോഴല്ലേ എല്ലാവരും ജ്യൂസും ഷേക്കും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നുണ്ടാക്കണം. പണ്ടൊരു കുടുക്ക നിറച്ച് നാരങ്ങ വെള്ളം അങ്ങോട്ട് കലക്കും അല്ലേ. എന്നിട്ട് അങ്ങോട്ട് നോമ്പ് തുറക്കുമ്പോൾ അതിന് അങ്ങനെ എല്ലാവർക്കും മുക്കി അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ
അങ്ങനെയൊക്കെ ഒരു കാലം. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ചായയും കടിയും വെള്ളവും അപ്പോൾ എണ്ണക്കടിയും ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നേരത്തിന് ശേഷം നമ്മുടെ കാക്കു എത്തിയിട്ടുണ്ട് കേട്ടോ, പണി കയറി വന്നിട്ടുണ്ട്. വരുമ്പോൾ അതാ കുറച്ച് ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ പത്തിരി പറഞ്ഞല്ലോ ഞാൻ, അപ്പോൾ ഒരു പാക്കറ്റ് പത്തിരിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴുകി ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതിൽ മുന്തിരിങ്ങി ആപ്പിളും പിന്നെ മുസമ്പിയാണുള്ളത് കേട്ടോ. അപ്പോൾ മുന്തിരിങ്ങ കണ്ടപ്പോൾ നല്ല മുന്തിരി, പക്ഷെ നല്ല പുളിയായിരുന്നു കേട്ടോ, എന്നാലും കഴിക്കുകയൊക്കെ ചെയ്തു മക്കൾ. അപ്പോൾ ഇതാ നമ്മുടെ പത്തിരി പാക്കിൽ 20 എണ്ണ കേട്ടോ ഇതിലുള്ളത്. 20 എണ്ണത്തിന് ഇപ്പോൾ എത്രയോ രൂപ പറഞ്ഞു, എനിക്കങ്ങോട്ട് ഓർമ്മയില്ല കേട്ടോ. നല്ല അടിപൊളി നൈസ് പത്തിരി ആയിരുന്നു കേട്ടോ. നമ്മളൊന്നും ഉണ്ടാക്കിയാൽ ഇത്ര നൈസ് ഉണ്ടാവില്ല, ഇതൊക്കെ മെഷീനിലല്ലേ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.